നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും. അവതാരകയായും നടിയായും വളരെ പെട്ടെന്നാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത്. അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു. എന്നാൽ ഒന്നിച്ച് ബിഗ് ബോസ് സീസൺ 1 പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. ഇവരുടെ വിശേഷങ്ങൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. ഇരുവർക്കും നില എന്നൊരു കുഞ്ഞുണ്ട്. നിലയ്ക്ക് കൂട്ടിനൊരു കുഞ്ഞതിഥി കൂടി എത്തിയിരിക്കുകയാണ്. മകളുടെ വരവറിയിച്ചുള്ള പോസ്റ്റിന് ശേഷം പിന്നെ യാതൊരു വിവരങ്ങളുമില്ലായിരുന്നു. ഇതിൽ ആരാധകരും നിരാശരായിരുന്നു. എന്നാൽ ഇപ്പോൾ മകളുടെ പേരും മുഖവും പുറം ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടാണ് പേളിയും ശ്രീനിഷും എത്തിയിരിക്കുന്നത്. മകളുടെ 28 കെട്ടിന് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു പോസ്റ്റുമായി പേളി എത്തിയിരിക്കുന്നത്. ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനും മൂത്ത മകൾ നിലയ്ക്കുമൊപ്പം ഇളയ മകളെ കൂടി നടി കാണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, മകൾക്കിട്ട പേരെന്താണെന്നും പേളി വെളിപ്പെടുത്തി. നിതാര ശ്രീനിഷിനെ കാണുക, ഞങ്ങളുടെ മലാഖ കുഞ്ഞ് ഇന്ന് 28 ദിവസം പൂർത്തിയാക്കി. പിന്നെ എന്തായിരുന്നു എന്ന് നിങ്ങൾ ഊഹിച്ചു പറയുക. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ കൈകളും നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ വേണം എന്നുമാണ് പോസ്റ്റിന് ക്യാപ്ഷനായി പേളി പറഞ്ഞിരിക്കുന്നത്. പേളി ചേച്ചി പഴയതിനേക്കാൾ സുന്ദരിയായി തോന്നിയത് എനിക്ക് മാത്രമാണോ? എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ പ്രസവത്തിന് ശേഷം പേളിയെ കണ്ടതിലും സുന്ദരിയായി ഇപ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളെയും, കുഞ്ഞുവാവ നില ബേബിയെ പോലെ തന്നെയുണ്ട് കാണാൻ. ശരിക്കും നിലയുടെ ഫോട്ടോ കോപ്പിയാണ്. നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നും ഇതുപോലെ സന്തുഷ്ടരായി ജീവിക്കുന്നത് കാണാൻ സാധിക്കട്ടെ. കുഞ്ഞുവാവയ്ക്ക് പേരിട്ടതും മനോഹരമായി എന്നാണ് ആരാധകർ പറയുന്നത്. നിലയുമായി ചേർന്നൊരു പേരായിരിക്കും പേളി കൊണ്ടുവരിക എന്നറിയാമായിരുന്നു. അത് നില ആണേൽ നീ താര. അങ്ങനെ പേളിയും ശ്രീനിഷും രാത്രിയും ആകാശവുമായപ്പോൾ മക്കൾ ചന്ദ്രനും നക്ഷത്രവുമായി. ഈ പോസ്റ്റിനായി ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ക്യൂട്ട് ഫാമിലിയെ കാണാൻ വളരെ സന്തോഷം. ദൈവം എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരത്തിൽ സ്നേഹവും വാത്സല്യങ്ങളുമുള്ള ഒരു കുടുംബമാണ് പേളിയുടേത് എന്ന് തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് പേളിയുടെ പോസ്റ്റിന് താഴെ വരുന്നത്. കുറച്ച് ദിവസങ്ങളായി പേളിയോട് കുഞ്ഞിനെ കാണിക്കാൻ ആവശ്യപ്പെട്ടുള്ള കമൻറ്റുകൾ വന്നിരുന്നു. നില ബേബിയെ കാണിച്ചതുപോലെ കുഞ്ഞിനെയും കാണിക്കണമെന്നും അവളുടെ പേരെന്താണെന്നെങ്കിലും വെളിപ്പെടുത്തണമെന്നുമൊക്കെ ആയിരുന്നു ആവശ്യങ്ങൾ. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെങ്കിലും ആക്റ്റീവായിരിക്കണമെന്നാണ് പേളിയുടെ ആരാധകർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ എല്ലാവരും കാത്തിരുന്നത് പോലെയുള്ള ചിത്രങ്ങളുമായിട്ടാണ് പേളി എത്തിയിരിക്കുന്നത്. അടുത്തിടെ ആദ്യ പ്രസവത്തിന് ശേഷം നേരിട്ട ബുദ്ധിമുട്ടുകളിൽ ശ്രീനിഷ് നൽകിയ പിന്തുണയെക്കുറിച്ചും പേളി മാണി സംസാരിച്ചിരുന്നു. പ്രസവം കഴിഞ്ഞ ആദ്യത്തെ 2 മാസമാണ് എനിക്ക് ബുദ്ധിമുട്ടേറിയതായി തോന്നിയത്. നമുക്കുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ വിഷമത്തിന് കാരണമാകും. നമ്മുടെ ശരീരമല്ല ഇതെന്ന് തോന്നൽ വരും. ഗർഭാവസ്ഥയിൽ എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ഇഷ്ടമായിരുന്നു. എന്നാൽ കുഞ്ഞ് പിറന്ന ശേഷം വലിയ ടെൻഷനായിരുന്നെന്നും അന്ന് പേളി മാണി തുറന്നു പറഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ശ്രീനിഷ് മറ്റൊരു മുറിയിലായിരുന്നു ഉറങ്ങിയത്. 1 മാസത്തോളം ശ്രീനി എൻ്റെ അടുത്ത് ഉറങ്ങിയില്ല. ഉറങ്ങും മുമ്പ് ശ്രീനി എൻ്റെ ബെഡിൻ്റെ താഴെയിരുന്ന് ഓരോ കഥകൾ പറയും. റിലേഷൻഷിപ്പിൽ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭർത്താവിൻ്റെ സാമീപ്യമാണ്. പോസ്റ്റ്മോർട്ടം ഘട്ടം ശ്രീനിയുടെ സാമീപ്യം കാരണം തനിക്ക് എളുപ്പത്തിൽ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞെന്നും അന്ന് പേളി മാണി വ്യക്തമാക്കി. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.